മുൻ എം.എൽ.എ. പി.വി. അൻവറിനെ പരിഹസിച്ചുവെന്നും അപമാനിച്ചുവെന്നും ഒക്കെ ഒരു വാർത്തയുണ്ടാവുകയും അതിനോട് പി.വി. അൻവർ പ്രതികരിക്കുകയും എന്നാൽ മണിക്കൂറുകൾക്കകം തന്നെ അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ എം.എൽ.എ. താനങ്ങനെ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ലെന്നും സദുദ്ദേശപരമായിട്ടാണ് താൻ ആ വാക്കുകൾ പറഞ്ഞതെന്നും അതൊരിക്കലും പി.വി. അൻവറിനെ ഇകഴ്ത്താനോ മോശപ്പെടുത്താനോ ആയിരുന്നില്ലെന്നും കൃത്യമായി പറഞ്ഞു. ആ വർത്തമാനത്തിൽ ഈ സാന്ദർഭികമായാണെങ്കിലും ചില വാക്കുകളും ചില പരാമർശങ്ങളും പി.വി. അൻവറിനെ പോലെ ഒരാളിന് വേദനയുണ്ടാകുന്ന തരത്തിലേക്ക് എത്തിച്ചേർന്നൊരു സാഹചര്യം ഒഴിവാക്കാൻ അദ്ദേഹം അത് വിശദീകരിച്ചത് നന്നായി എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പി.വി. അൻവറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വ്യക്തിപരമായി യോജിപ്പും വിയോജിപ്പും ഒക്കെ തോന്നിപ്പിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ അതിരൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമുള്ളത്, ഇന്നത്തെ കാലത്ത് വ്യാഖ്യാനിക്കുമ്പോൾ മണ്ടൻ തീരുമാനമെന്നോ മടയൻ തീരുമാനമെന്നോ ഒക്കെ പറയുന്ന ഒരു പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് അതിലെ ചോദ്യം ചെയ്യപ്പെടാനാവാത്ത നേതാവിനെ, ആർക്കും ചോദ്യം ചെയ്യാൻ ധൈര്യമില്ലാത്ത നേതാവിനെ അതിരൂക്ഷമായി വിമർശിച്ച് ഇന്നലകളിൽ കേൾക്കാത്തതും കാണാത്തതുമായ ഒട്ടേറെ സംഭവങ്ങൾ എടുത്ത് പുറത്തേക്കിട്ട് കേരള രാഷ്ട്രീയത്തിൻ്റെ ഒരു ഗതി മാറ്റിയ രാഷ്ട്രീയ അന്തരീക്ഷമുണ്ടാക്കുന്നതിൽ ഒരു പങ്കുവഹിച്ച ആളാണ് പി.വി. അൻവർ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പി.വി. അൻവർ തുടങ്ങി വെച്ചിടത്തു നിന്നാണ് അതിരൂക്ഷമായ വിമർശനങ്ങളുടെ പരമ്പര ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ പിണറായി വിജയൻ സഖാവ് എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാലും ചോദ്യം ചെയ്യപ്പെടാത്ത എല്ലാ സാമുദായിക നേതാക്കളും ഒപ്പം നിൽക്കുന്ന, ചേർന്ന് നിൽക്കുന്ന, 10 വർഷത്തിന് ശേഷം വീണ്ടും ഒരു 3-ാം തവണ ഉണ്ടാകുമെന്ന് എല്ലാവരും പറയുന്ന, പ്രതിപക്ഷത്തിന് ഒരു കാശിനും കൊള്ളത്തില്ലെന്ന് എല്ലാവരും പറയുന്ന, കൂടെയുള്ളവർക്ക് പോലും ജയിക്കുമോ തോൽക്കുമോ എന്ന ആശങ്കയുള്ള ഒരു അന്തരീക്ഷത്തിലാണ് പി.വി. അൻവർ ചില തുറന്നു പറച്ചിലുകളും നിലപാടുകളുമായി രംഗത്തെത്തിയത്. ഞാനും വ്യക്തിപരമായി ചോദിച്ചാൽ അദ്ദേഹം കാണിച്ചത് ചിലപ്പോൾ മണ്ടത്തരമാണെന്ന് പറഞ്ഞേക്കും. എം.എൽ.എ. സ്ഥാനം രാജിവെക്കുന്നു, ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നു, അവിടെ മുതൽ അദ്ദേഹം വേറെ എന്തൊക്കെയോ ട്രാക്കുകളിലേക്ക് പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, ഇതെല്ലാം കഴിയുന്നു. അവസാനം ബേപ്പൂരിൽ മത്സരിക്കുന്നു, അദ്ദേഹം പരാജയപ്പെടുന്നു. ഇത്തവണത്തെ ഒരു ട്രെൻഡിൽ പരാജയപ്പെട്ട പ്രമുഖർ പലരും ഉണ്ട്. ടി.എൻ. പ്രതാപൻ പരാജയപ്പെട്ടു, വി.എസ്. ശിവകുമാർ പരാജയപ്പെട്ടു. ബേപ്പൂർ പോലെ അതികഠിനമായി ഒരു രാഷ്ട്രീയ അടിത്തറയും സ്വപ്നം കാണാനാകാത്ത സ്ഥലത്താണ് പി.വി. അൻവർ മത്സരിക്കുന്നത്. അദ്ദേഹവും പരാജയപ്പെടുന്നു. പക്ഷേ അങ്ങനെ പരാജയപ്പെടുമ്പോഴും അദ്ദേഹത്തെ അങ്ങ് തിരസ്കരിച്ച് കൈവിട്ട് കളയുന്ന ഒരു രാഷ്ട്രീയ നിലപാട് ഗുണകരമാണെന്ന് കരുതുന്ന ഒരാളല്ല ഞാൻ. അദ്ദേഹത്തെ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അദ്ദേഹത്തിനും മതിയായ ഒരു സ്റ്റാറ്റസ് കൊടുത്ത്, ജയിലിൽ കിടന്ന ആർ ബാലകൃഷ്ണപിള്ളയ്ക്ക് ക്യാബിനറ്റ് പദവി കൊടുത്ത് ചെയർമാനാക്കാമെങ്കിൽ ഈ പറയുന്ന പി.വി. അൻവറിനും ന്യായമായ ഒരു അക്കോമഡേഷൻ ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ ചെയ്യേണ്ടത് അർഹിക്കുന്ന ഒന്നാണ്. ഇല്ലെങ്കിൽ അയാൾ കേരള രാഷ്ട്രീയത്തിൽ ഏതൊക്കെ ആളുകളെ എതിർത്തോ അവരാൽ പരിഹസിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം വരും. കെ.ടി. ജലീൽ അദ്ദേഹവുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായ ആളാണ്. ആദ്യം കെ.ടി. ജലീൽ ഒപ്പം നിൽക്കുന്നു, പുള്ളിയും പോലീസിലെ അഴിമതികൾക്ക് വേണ്ടി സെപ്പറേറ്റ് വെബ്സൈറ്റ് തുറക്കാൻ പോകുന്നു, അതിനെ എതിർക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റൊക്കെ ഇട്ടിട്ട് പിന്നീട് അദ്ദേഹം നിശബ്ദമാവുകയും ഒക്കെ ചെയ്തു. പിന്നീട് അദ്ദേഹം ഇടതുമുന്നണിയുടെ പാർട്ടി മെമ്പറായ അദ്ദേഹം ഇപ്പോൾ പി.വി. അൻവറിനെ അതിരൂക്ഷമായി വിമർശിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് ഒരു സഹതാപാർഹമായ വിമർശനം. ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇവരോടൊപ്പം പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ പറയുന്ന ഒരുപാട് പേര് ഉണ്ടാകുന്നത് ഒരു വലതുപക്ഷ രാഷ്ട്രീയത്തിന് ഗുണകരമല്ല. പി.വി. അൻവർ ചെയ്തത് ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്ന് ഇപ്പോൾ വിചാരണ ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ല. എന്നോട് ചോദിച്ചാലും അത്രമേൽ വേണ്ടായിരുന്നു എന്ന അഭിപ്രായമേ എനിക്കും ഉണ്ടാവുമായിരുന്നുള്ളൂ. പക്ഷേ അദ്ദേഹം ചെയ്ത ഒരു കാര്യത്തെ നമ്മൾ വില കുറച്ച് കാണുകയും പരിഹാസപരമാകുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഒട്ടും ഗുണകരമല്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. കാരണം അവരുടെയൊക്കെ പങ്ക് ഈ കാര്യത്തിൽ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ അവരവരുടെ മണ്ഡലങ്ങളിൽ പരാജയപ്പെട്ടുവെങ്കിലും, അതുപോലെ തന്നെ പി.കെ. ശശി എന്നൊക്കെ പറയുന്നവർ അവരവരുടെ മണ്ഡലങ്ങളിൽ പരാജയപ്പെട്ടുവെങ്കിലും കേരളത്തിലൊരു പൊതുസ്ഥിതി സൃഷ്ടിക്കുന്നതിൽ അവരുടെയൊക്കെ പങ്കുണ്ട് എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ്.